കുറച്ച് ദിവസം മുമ്പ് ഒരു കടകഥ കേട്ടല്ലോ. നമുക്കൊരു കടങ്കഥ കൂടെ ഒന്ന് നോക്കാം. അത് ഇച്ചിരി താളത്തിലുള്ളതാണ്. താമര സാക്ഷൻ്റെ മെത്തേടെ താഴത്ത് താങ്ങിക്കിടക്കുന്ന വമ്പൻ്റെ കൊമ്പൻ്റെ കൊമ്പൊന്നോടിച്ചോൻ്റെ ചേട്ടനെ പേടിച്ച് നാട്ടിന്നു പോയോൻ്റെ ചാട്ടിൻ്റെ കോട്ടം തിമിർത്തവൻ ഉണ്ണിക്കഴുത്തറുത്തോരു പൂരുഷൻ എന്നുള്ളിൽ വാഴണം. കുഞ്ഞൻ തമ്പുരാനൊരു പ്രാർത്ഥനയാട്ടെ, ഇത് മൂപ്പര് തന്നെ എഴുതിയതാ. താമര സാക്ഷൻ ആരാ? താമരയുടെ ഇതളിൻ്റെ കണ്ണുകളോട് കൂടിയവൻ താമര സാക്ഷൻ മഹാവിഷ്ണു. താമര സാക്ഷൻ്റെ മെത്ത എവിടെയാ ഭഗവാൻ കിടക്കണേ? അനന്തൻ്റെ പുറത്ത്, സർപ്പത്തിൻ്റെ പുറത്ത്, ശേഷനാഗത്തിൻ്റെ പുറത്ത്. താമര സാക്ഷൻ്റെ മെത്തയുടെ താഴത്ത് ഈ അനന്തൻ എവിടെ കിടക്കുന്നത്? പാലാഴി. മെത്തയുടെ താഴത്ത് താങ്ങിക്കിടക്കുന്ന വമ്പൻ്റെ, അത് പാലാഴിയുടെ കൊമ്പൻ്റെ. പാലാഴിന്ന് ഒരു കൊമ്പനെ പുറത്തു വന്നുള്ളൂ. പാലാഴി മദനം നടന്ന സമയം അറിയാലോ. ഇവിടെ അമൃത് എടുക്കാൻ വേണ്ടിയിട്ട് അസുരന്മാരും ദേവന്മാരും അപ്പുറപ്പെടുന്ന കടഞ്ഞില്ലേ? അന്നേരം അതിൻ്റെ കൂടെ വേറെ കുറേ സാധനമൊക്കെ വന്നു. അതിൻ്റെ കൂടെയാണ് ഐരാവതം എന്നൊരു ആന വന്നു. മൂപ്പർക്ക് 4 കൊമ്പുണ്ട്. ആണ് വമ്പൻ്റെ കൊമ്പൻ്റെ കൊമ്പൊന്നൊടിച്ചോൻ്റെ. ഈ ഒരിക്കൽ ഒരു പുരാണപ്രകാരം ഈ ഐരാവതത്തിൻ്റെ ഒരു കൊമ്പ് ഒരാൾ ഓടിച്ചു. മൂപ്പരുടെ പേരാണ് കുംഭകർണൻ, നമ്മുടെ രാവണൻ്റെ സഹോദരന്മാരിലൊരാൾ. വമ്പൻ്റെ കൊമ്പൻ്റെ കൊമ്പൊന്നൊടിച്ചോൻ്റെ ചേട്ടനെ പേടിച്ചു നാട്ടിന്നു പോയോൻ്റെ. കുംഭകർണൻ്റെ ചേട്ടൻ രാവണൻ. അവനെ പേടിച്ച് നാട്ടിന്നു പോയോൻ എവിടെന്നാ? ലങ്കയിൽ നിന്ന് പോയ ഒരാൾ. അതാരാ? വിശ്വസൻ്റെ മൂത്ത പുത്രൻ കുബേരൻ, രാവണൻ്റെ ചേട്ടനാണ്. വരബലമൊക്കെ നീട്ടിക്കഴിഞ്ഞു, ശക്തനായി കഴിഞ്ഞു. അപ്പോൾ അനിയന്മാരങ്ങനെ ചെയ്യാവോ? ആ രാവണന് പറ്റിയ അവധി. രാവണൻ ഒന്ന് ചേട്ടാ ഇനി ലങ്കയിൽ ഞാൻ താമസിക്കണം ചേട്ടാ പൊക്കോളാൻ പറഞ്ഞു. അത് അച്ഛനോട് അച്ഛാ അനിയൻ ഇങ്ങനെ ശക്തനായിട്ട് വന്ന് എന്നോട് പോകാൻ പറഞ്ഞു. എൻ്റെ മക്കളെ അവൻ പറഞ്ഞ കേൾക്കില്ല, അവൻ വഴക്കാളി, നീ പൊക്കോ, നീ വഴക്കുണ്ടാക്കണ്ട. അങ്ങനെയാണ് ലങ്കയിൽ നിന്നും സ്വർണ്ണമയീ ലങ്ക, ആ സ്വർണ്ണമയിയായ ലങ്കയിൽ നിന്നും നമ്മുടെ കുബേരൻ ഓടിപ്പോയത്. അതിനാണ് ചേട്ടനെ പേടിച്ച് നാട്ടിന്നു പോയോൻ്റെ ചാട്ടിൻ്റെ, ചാട്ടെന്ന് പറഞ്ഞ വാഹനം എന്നൊരർത്ഥമുണ്ട്, വണ്ടി എന്നത്. അപ്പോൾ കുബേരൻ്റെ വാഹനമായിരുന്നു പുഷ്പക വിമാനം. ചാട്ടിനു കോട്ടം വരുത്തിയ നമ്മുടെ ഹനുമാൻ സ്വാമി ഈ കടൽ കടന്ന് സീതാദേവിയെ അന്വേഷിച്ച് ചെന്നപ്പം അവിടുത്തെ എയറോഡ്രോമിൽ ഈ വിമാനം കിടക്കണുണ്ട്. ദേഷ്യം വന്നു. അവിടെ മാധവും പിടിക്കുകയും കടിക്കാൻ 2 അടിയൊക്കെ കൊടുത്തു. അതിന് കോട്ടം വരുത്തി തന്നെ. കോട്ടം വരുത്തിയവൻ്റെ ചാട്ടിൻ്റെ കോട്ടം തിമിർത്തവൻ ഉണ്ണിക്കഴുത്തറുത്തോരു പുരുഷൻ. കഴുത്ത് എന്ന് ഉണ്ണി എന്ന് പറഞ്ഞാൽ യങ്ങർ. അതാരാ? രാവണൻ്റെ അക്ഷകുമാരൻ്റെ. ആദ്യം ഹനുമാൻ സ്വാമി അവിടെ ചെല്ലുമ്പോൾ ദേവിയെ കണ്ടു കഴിഞ്ഞ ശേഷം അക്ഷകുമാരനെ പിടിക്കാൻ പറ്റുന്നത്, അക്ഷകുമാരനാണ് വധിക്കുന്നത്. അതാണ് ഉണ്ണിക്കഴുത്തറുത്തോരു പുരുഷൻ. ആ ഉണ്ണിക്കഴുത്ത് അറുത്ത് കളഞ്ഞ ആ പുരുഷൻ, ആ അക്ഷകുമാരനെ വധിച്ച ആ ധീരൻ എന്നുള്ളിൽ വാഴണം. ആ ഹനുമാൻ എൻ്റെ ഉള്ളിൽ വാഴണം. ഇപ്പോൾ നമ്മൾ 2 കഥകളിൽ ഹനുമാൻ്റെ കാര്യം പറഞ്ഞു. എന്താ ഈ ഹനുമാൻ ഇത്ര പ്രത്യേകത? അതൊരു ക്ലൂ ആണ്. ഹനുമാനെ ഓർത്താൽ മതി, നമുക്ക് 8 കാര്യം കിട്ടും. അതെന്താ? ബുദ്ധിർ, ബലം, യശോ, ധൈര്യം, നിർഭയത്വം, അരോഗത, അജാഢ്യം, വക്പടുത്വം. അതിപ്പോൾ എങ്ങനെ അങ്ങനെ പറഞ്ഞാൽ ശരിയാവുക? അതെങ്ങനെയാണെന്നുള്ളത് അടുത്ത ദിവസം വിവരിച്ച് പറഞ്ഞുതരാം. ഈ ഹനുമാനെ ഓർത്ത എങ്ങനെയാപ്പാ ഈ 8 കാര്യങ്ങൾ എന്തൊക്കെയാ? ബുദ്ധിർ, ബലം, യശോ, ധൈര്യം, നിർഭയത്വം, അരോഗത, അജാഢ്യം, വക്പടുത്വം. നമുക്ക് അടുത്ത ദിവസം പറയാം. നമസ്കാരം.